Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റാങ്ക് കോറിലേഷൻ അതേപോലെ തന്നെ എങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് റാങ്ക് കോറിലേഷൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതേപോലെ തന്നെ മൂന്നാമത്തെ മെത്തേഡായിട്ടുള്ള കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്താണ്, അതെങ്ങനെയാണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. മെറിറ്റ്സ് ഓഫ് റാങ്ക് കോറിലേഷൻ, എന്തൊക്കെയാണ് റാങ്ക് കോറിലേഷൻ കൊണ്ടുള്ള മെറിറ്റ്സ് ഗുണങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഇത് മനസ്സിലാക്കിയെടുക്കാൻ സിമ്പിളാണ്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. റാങ്ക് കോറിലേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിലും ക്വാളിറ്റേറ്റീവ് ഡാറ്റയിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഡീമെറിറ്റ്സ് ഓഫ് റാങ്ക് കോറിലേഷൻ, എന്തൊക്കെയായിരിക്കും റാങ്ക് കോറിലേഷൻ കൊണ്ടുള്ള ദോഷങ്ങൾ എന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് കൺവീനിയൻറ്റ് വെൻ n ഈസ് ലാർജ്, അതായത് നമ്പർ എന്ന് പറയുന്നത് ലാർജ് ആണെങ്കിൽ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 10ന് പകരം 100 ആണെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് റാങ്ക് കോറിലേഷൻ കാണാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും, കൺവീനിയൻറ്റ് ആയിരിക്കില്ല. നെക്സ്റ്റ്, ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇതിലൊരിക്കലും ഇക്വേഷൻസ് അല്ലെങ്കിൽ ഗണിത രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇതിൽ കൂടുതലായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് മെത്തേഡാണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. നമ്മളെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള 3 മെത്തേഡുകൾ പറഞ്ഞിരുന്നു. അതിലാദ്യം കാൾപിയസൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, സെക്കൻഡ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, മൂന്നാമത്തെ മെത്തേഡാണ് ഇത് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇതിൽ പറഞ്ഞിട്ടുള്ള 2 മെത്തേഡുകൾ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് വെരി സിമ്പിൾ മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. Under this method, the directions of deviations are only taken. The magnitude of values are ignored. കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓരോ വാല്യൂസിൻ്റെയും ചേഞ്ചസിൽ ഉണ്ടാകുന്ന ഡയറക്ഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണുന്ന മെത്തേഡാണ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ ചേഞ്ചസിൽ ഉണ്ടാവുന്ന ഡയറക്ഷൻസ് മാത്രം എടുത്തുകൊണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണുന്ന മെത്തേഡാണ് എന്ത് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും നമ്മൾ വാല്യൂസ് കൺസിഡർ ചെയ്യില്ല, വാല്യൂസിലുണ്ടാകുന്ന മാറ്റത്തിലുണ്ടാകുന്ന ഡയറക്ഷൻസ്. അതായത് ആദ്യം നമുക്ക് എക്സ് എന്ന വേരിയബിളിൽ 30 ഉണ്ടായിരുന്നു, പിന്നെ 35 പിന്നെ 40 എന്ന് നോക്കാം. അപ്പോൾ 30ൽ നിന്ന് 35 ആകുമ്പോൾ എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത്, 5 കൂടി. അപ്പോൾ 5 എന്ന വാല്യൂ നമ്മൾ എടുക്കില്ല, പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള ഡയറക്ഷൻസ് അത് കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കും. കൂടുകയാണെങ്കിൽ നമ്മൾ പ്ലസ് മാർക്ക് ചെയ്യും, കുറയുകയാണെങ്കിൽ നമ്മൾ മൈനസ് മാർക്ക് ചെയ്യും. അതിൻ്റെ ഡയറക്ഷൻസ് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് ആണ് എന്ന് പറയാം. കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ വാല്യൂസിൻ്റെ ഡയറക്ഷൻസിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. വാല്യൂസ് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല, ഇഗ്നോർ ചെയ്യും. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഓർ ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ഡിവൈഡഡ് ബൈ n. ഇതാണ് നമുക്ക് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 20, 25, 30, 15, 28, 32, 35, 17, 29. വൈൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 30, 18, 25, 10, 30, 25, 15, 30, 27. ഈ വാല്യൂസ് വെച്ചിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ കാണാനാണ്, കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള എക്സ് വേരിയബിളിൻ്റെയും വൈ വേരിയബിളിൻ്റെ വാല്യൂസ് നമ്മൾ ആദ്യം എടുത്തെഴുതുക. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യുക, ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ എക്സ്, അതായത് ഡി എക്സ് എന്ന് പറഞ്ഞ കോളം. ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വേരിയബിളിലുള്ള ചേഞ്ചസിലുണ്ടാകുന്ന ഡയറക്ഷൻസ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എക്സ് കോളം എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ എക്സ്, അതായത് ഡി എക്സ് കോളത്തിൽ. നെക്സ്റ്റ്, ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വൈ ആണ് നമ്മൾ ഡി വൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത കോളത്തിൽ എന്ത് പറയുക, ഡി എക്സ് ഇൻറ്റു ഡി വൈ, അതായത് ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞ കോളം വരക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡി എക്സ് കോളത്തിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം ഡി എക്സ് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. ആദ്യം ഒന്നും ചെയ്യില്ല, ആദ്യം നമ്മൾ വെറും ഡോട്ട് ഇട്ട് വെക്കുക. അതിനുശേഷം 20 എന്ന വാല്യൂവിൽ നിന്നും 25 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡയറക്ഷൻ എന്താണെന്ന് നോക്കാം. കൂടുകയാണോ കുറയുകയാണോ എന്ന് നോക്കാം. 20, 25 ആകുമ്പോൾ നമുക്ക് അറിയാം എന്താണ് കൂടുന്നതാണ് എന്നറിയാം.
അപ്പോൾ കൂടുന്നതാണെങ്കിൽ നമ്മൾ പ്ലസ് ഇടുക, കുറയുന്നതാണെങ്കിൽ മൈനസ് ഇടുക. അപ്പോൾ 20 25 ആയപ്പോൾ പ്ലസ്, 25 30 ആയപ്പോൾ പ്ലസ്, 30 15 ആയപ്പോൾ മൈനസ്, 15 28 ആയപ്പോൾ പ്ലസ്, 32 ആയപ്പോൾ പ്ലസ്, 35 ആയപ്പോൾ പ്ലസ്, 17 ആയപ്പോൾ എന്താ വരിക മൈനസ്, 17 29 ആയപ്പോൾ പ്ലസ് വന്നു. അപ്പോൾ കൂടുമ്പോൾ നമ്മൾ പ്ലസ് ഇടുക, കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മൈനസ് ഇടുക. അപ്പോൾ ഡി എക്സ് കോളം നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി ഡി വൈ കോളത്തിൽ എങ്ങനെയാണ് വൈ വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കാം. കൂടുന്നതാണെങ്കിൽ പ്ലസ് ഇടുക, കുറയുന്നതാണെങ്കിൽ മൈനസ് ഇടുക. അപ്പോൾ 30ൻ്റെ നേരെ ഒന്നുമില്ല, അവിടെ ഡോട്ട് ഇടുക, നമുക്ക് ഡയറക്ഷൻ നോക്കാനൊന്നുമില്ല. അപ്പോൾ 30 18 ആയപ്പോൾ എന്തായി മൈനസായി, 18 25 ആയപ്പോൾ പ്ലസ് ആയി, 25 10 ആയപ്പോൾ മൈനസായി, 10 30 ആയപ്പോൾ പ്ലസ് ആയി, 30 25 ആയപ്പോൾ മൈനസായി, 25 15 ആയപ്പോൾ മൈനസായി, 15 30 ആയപ്പോൾ പ്ലസ് ആയി, 30 27 ആയപ്പോൾ എന്തായി മൈനസായി. അപ്പോൾ ഡി എക്സ് കോളം ഡി വൈ കോളം നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം, ഈ കിട്ടിയിട്ടുള്ള ഡി എക്സ് കോളം ഡി വൈ കോളം തമ്മിൽ ഗുണിക്കണം. ഡി എക്സ് ഇൻറ്റു ഡി വൈ ആണ് ഡി എക്സ് ഡി വൈ കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ എന്താണ് പ്ലസ് ഇൻറ്റു മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് എന്താ വരിക മൈനസ് ആണ് അല്ലേ. പ്ലസ് ഗുണിക്കണം മൈനസ് എന്താണ് മൈനസ് ആണ്, പ്ലസ് ഗുണിക്കണം പ്ലസ് എന്താണ് പ്ലസ് ആണ്, മൈനസ് ഇൻറ്റു മൈനസ് എന്താണ് പ്ലസ് ആണ്, പ്ലസിൻ്റെ പ്ലസ് പ്ലസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പോൾ ഡി എക്സ് ഡി വൈ കോളത്തിൽ നമുക്ക് ഗുണിച്ചിട്ട് ഓരോ ഡയറക്ഷൻസ് കിട്ടി. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇക്വേഷൻസിലേക്ക് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളുടെ ഇക്വേഷൻ എന്താണ്, ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ സി എന്താണെന്ന് എൻ എന്താണെന്ന് കാണും. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്ലസ് സൈൻസ് ഇൻ ഡി എക്സ് ഡി വൈ കോളം. ഡി എക്സ് ഡി വൈ കോളത്തിൽ എത്ര പ്ലസ് സൈൻസ് ഉണ്ട് എന്ന് നോക്കാം, എത്ര കൂട്ടണം എന്നുള്ള ചിഹ്നം ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് കൗണ്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. 3 എണ്ണാണ് പ്ലസ് സൈൻസ് ആയിട്ട് ഡി എക്സ് ഡി വൈ കോളത്തിലുള്ളത്. അപ്പോൾ സി എന്ന് പറയുന്നത് 3 ആയിരിക്കും. നെക്സ്റ്റ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് നമ്മൾ കമ്പയർ ചെയ്തു, എത്ര പെയർസ് നമ്മൾ കമ്പയർ ചെയ്തു. ഒരു പെയർ നമുക്ക് കിട്ടിയിട്ടില്ല, ഒന്ന് നമ്മൾ ഡോട്ട് ഇട്ട് വെച്ചു, അത് കുറച്ചിട്ടുള്ള എത്ര നമ്പറാണ് ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ 9 എണ്ണത്തിൽ ഒന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡോട്ട് ഇട്ട് വെച്ചു, ബാക്കി 8 ആണുള്ളത്. അപ്പോൾ 8നെയാണ് നമ്മൾ എൻ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ സിയും എന്നും നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക, അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 8 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 6 മൈനസ് 8 ബൈ 8. അപ്പോൾ എത്ര കിട്ടുക, 6 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് മൈനസ് 2 ആണ് അല്ലേ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് മൈനസ് 2 ബൈ 8. അപ്പോൾ മൈനസ് 2 ബൈ 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് മൈനസ് 0.25 ആണ് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് മൈനസ് 0.25. അപ്പോൾ മൈനസ് 0.25നെ നമുക്ക് എന്താക്കി മാറ്റാം, പ്ലസും മൈനസും ഉണ്ട്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് 0.25 എന്താ കിട്ടുക മൈനസ് ആണ് അല്ലേ. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് 0.25 എന്താ കിട്ടുക പ്ലസ് 0.25 ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് 0.25 ആണ് കിട്ടുക. അപ്പോൾ റൂട്ട് 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും, 0.5 ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിന് മുന്നേ എന്തുണ്ടായിരിക്കും, പ്ലസ് ഓർ മൈനസ് എന്നുള്ള ചിഹ്നം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 0.5 പ്ലസ് ആണ്. അപ്പോൾ പ്ലസും പ്ലസും ആദ്യം ഗുണിക്കുക. അപ്പോൾ എന്താ കിട്ടുക, പ്ലസ് 0.5 ആണ് കിട്ടുക. പിന്നെ എന്ത് വരുന്നുണ്ട്, ഒരു മൈനസ് വരുന്നുണ്ട് അല്ലേ. നമ്മൾ പ്ലസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് 0.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, മൈനസ് 0.5 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ മൈനസ് 0.5 ആയിരിക്കും നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആയിട്ട് കിട്ടുന്ന ആൻസർ. നെക്സ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. Coefficient of determination gives the percentage variations in the dependent variable in relationship with the independent variable. In other words, coefficient of determination gives the ratio of the explained variance to the total variance. The coefficient of correlation is the square root of the correlation coefficient. Coefficient of determination equal to R square or explained variance divided by total variance. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, എക്സ്പ്ലെയിൻഡ് വേരിയൻസും ടോട്ടൽ വേരിയൻസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയാം. Question: If R equal to 0.82, find first coefficient of determination, second coefficient of non-determination, third coefficient of alignation. അപ്പോൾ ഇവിടെ നമുക്ക്
ആർ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് 0.82 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് അലൈൻറ്റേഷൻ കാണണം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആർ സ്ക്വയർ ആണ്. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്താ പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയാം. അപ്പോൾ ആർ എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 0.82 ആണ്. അപ്പോൾ 0.82 സ്ക്വയർ ഈക്വൽ ടു 0.6724 ആണ് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ് കിട്ടുക. ഇനി അടുത്തതായിട്ട് എന്താ കാണേണ്ടത്? കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളാം, 1 - r സ്ക്വയർ. 1ൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 - 0.6724 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് വാല്യൂ ആണ് 0.3276. അതാണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതായിട്ട് പുതിയൊരു കാര്യം കൂടി നമ്മൾ കണ്ടുപിടിക്കണം, കോഎഫിഷ്യൻ്റ് ഓഫ് അലൈൻറ്റേഷൻ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് അലൈൻറ്റേഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഓർമ്മിച്ച് വെച്ചോളാം, √1 - r സ്ക്വയർ. അപ്പം 1 - r സ്ക്വയറിൻ്റെ റൂട്ടിനെയാണ് നമ്മൾ എന്താ പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് അലൈൻറ്റേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ 0.3276 ആണ് നമ്മളുടെ കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ റൂട്ടിനെയാണ് നമ്മൾ എന്താ പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് അലൈൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ കിട്ടിയ എത്രയാണ്? 0.5724 ആണ് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് അലൈൻറ്റേഷൻ കിട്ടുക. നെക്സ്റ്റ് യൂസസ് ഓഫ് കോറിലേഷൻ. എന്തൊക്കെയാണ് കോറിലേഷൻ കൊണ്ടുള്ള യൂസസ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ദി അസോസിയേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് കോറിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോറിലേഷൻ മെഷേഴ്സ് ഡിഗ്രി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ കോറിലേഷൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഫ്രം ദി കോറിലേഷൻ കോഎഫിഷ്യന്റ് വി ക്യാൻ ഡെവലപ്പ് എ മെഷർ കോൾഡ് എ probable error. Probable error indicated whether the correlation is significant or not. അതായത് പ്രോബബിൾ എറർ നമ്മൾ കണ്ടുപിടിച്ചിട്ട്, എന്തിനാണ് പ്രോബബിൾ എറർ കണ്ടുപിടിച്ചിട്ടുള്ളത്? നമുക്ക് എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിലയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോബബിൾ എറർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനത്തെ പ്രോബബിൾ എറർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, അതിൻ്റെ ഡിപ്പെൻഡബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അത് കോറിലേഷൻ്റെ ഒരു യൂസസ് ആണ്. കോറിലേഷൻ ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ വാല്യൂസ്. കോറിലേഷൻ ഫ്യൂച്ചർ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അതായത് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കാണാനുള്ള ഇക്വേഷനാണ് σxy/n മൈനസ് σx/n ഇൻറ്റു σy/n, അല്ലെങ്കിൽ ഓർ σdx/dy/n മൈനസ് σdx/n ഇൻറ്റു σdy/n. അപ്പോൾ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കാണാനുള്ള ഇക്വേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. അങ്ങനെ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എങ്ങനെയാണ് കാണാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈക്വൽ ടു കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സ് വേരിയബിളിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 2, 3, 4, 5, 6, 7, 8. വൈ വേരിയബിളിൻ്റെ വാല്യൂസാണ് 4, 5, 6, 8, 9, 7, 10. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കാണണം. പിന്നെ എന്ത് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കാണണം, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കാണണം. അതിനുശേഷം ആ വാല്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണണം. അതിന് വേണ്ടിയിട്ട് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈക്വൽ ടു എങ്ങനെ കാണാം, σxy/n മൈനസ് σx/n ഇൻറ്റു σy/n. അപ്പോൾ അത് കാണാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് നമ്മൾ ആദ്യം എടുത്ത് എഴുതാം. പിന്നെ നമ്മൾ XY കാണാം, പിന്നെ എക്സ് സ്ക്വയർ കാണാം, വൈ സ്ക്വയർ കാണാം. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടൽ വാല്യൂസ് കണ്ടാൽ σx എന്ന് പറയുന്നത് 35 കിട്ടും, σy എന്ന് പറയുന്നത് 49 കിട്ടും. ഇനി എന്ത് ചെയ്യുക, σxy കാണാം. σxy എന്ന് വെച്ചാൽ എന്താണ്, എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ 2 × 4 8, 5 × 3 15, അങ്ങനെ താഴോട്ട് വരാം. 8
15, 24, 40, 54, 49, 80. ടോട്ടൽ ചെയ്താൽ സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 270 കിട്ടും. പിന്നെ സിഗ്മ എക്സ് സ്ക്വയർ കാണാം. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുക? 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, അങ്ങനെ പോവുക. 4, 9, 16, 25, 36, 49, 64. ടോട്ടൽ ചെയ്താൽ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 203 കിട്ടും. ഇനി അതേപോലെ തന്നെ വൈ സ്ക്വയറും കാണണം. സിഗ്മ വൈ സ്ക്വയർ കാണണം. അപ്പോൾ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് വൈൻ്റെ സ്ക്വയർ എങ്ങനെയാണ്? 4 സ്ക്വയർ 16, 25, 36, 64, 81, 49, 100. അപ്പോൾ ടോട്ടൽ ചെയ്താൽ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് 371 കിട്ടും. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം. ആദ്യം കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കാണാം. അപ്പോൾ ഇക്വേഷൻ സിഗ്മ എക്സ് വൈ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ. സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുള്ളത്? 270. അപ്പോൾ 270/7 മൈനസ് 35/7 ഇൻറ്റു 49/7. അപ്പോൾ 270/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് 38.56 മൈനസ് 35/7 5 ഇൻറ്റു 49/7 എന്ന് പറയുന്നത് എത്രയാണ്? 7. അപ്പോൾ 38.56 മൈനസ് 5 ഇൻറ്റു 7. അപ്പോൾ 38.57 മൈനസ് 35. കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3.57 ആണ് നമുക്ക് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ആൻസർ. അടുത്തതായിട്ട് നമ്മൾ എന്ത് കാണണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കാണണം. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കാണണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ റൂട്ട് ഓഫ് 203/7 മൈനസ് 35/7 ഹോൾ സ്ക്വയർ. അപ്പോൾ 203/7 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 29 കിട്ടും. മൈനസ് 35/7 എന്ന് വെച്ചാൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പോൾ റൂട്ട് ഓഫ് 29 മൈനസ് 25. അപ്പോൾ റൂട്ട് ഓഫ് 4 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ റൂട്ട് ഓഫ് 4 കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 2 ആയിരിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കിട്ടുക. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എങ്ങനെ കാണാം? റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ വൈ ബൈ എൻ ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് 371 ഡിവൈഡഡ് ബൈ 7 മൈനസ് 49/7 ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 371/7 എന്ന് വെച്ചാൽ എത്രയാണ്? 53 കിട്ടും. മൈനസ് 49/7 എന്ന് വെച്ചാൽ എത്രയാണ്? 7. അപ്പോൾ 7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ 53 മൈനസ് 49 എന്ന് വെച്ചാൽ എത്രയാണ് കിട്ടുക? റൂട്ട് 4 ആണ് കിട്ടുക. അപ്പോൾ റൂട്ട് 4 എന്ന് വെച്ചാൽ 2 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും കിട്ടുക. കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈയും കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സും കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈയും കിട്ടി. ഇനി എന്ത് ചെയ്യുക? കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈക്വൽ ടു കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ. അപ്പോൾ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ 3.57 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ 2 ഇൻറ്റു 2 4. അപ്പോൾ 3.57 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 0.89 ആയിരിക്കും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സീരീസ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. നമ്പർ ഓഫ് പെയർസ് ഓഫ് ഒബ്സർവേഷൻ എക്സ് സീരീസ് 15, വൈ സീരീസ് 15. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് സീരീസ് 3.01, വൈ സീരീസ് 3.03. കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈക്വൽ ടു 8.13. ഇവിടെ നമ്മളോട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് കാണാൻ പറയുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാണാൻ നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈക്വൽ ടു കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ. എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ 8.13 ഡിവൈഡഡ് ബൈ 3.01 ഇൻറ്റു 3.03. അപ്പോൾ 8.13 ഡിവൈഡഡ് ബൈ 9.12 ഈക്വൽ ടു 0.89 ആയിരിക്കും നമ്മളുടെ കോഎഫിഷ്യന്റ് കോറിലേഷൻ ആയിട്ട് കിട്ടുന്ന ആൻസർ. Next topic, lag and lead correlation. Change in one variable will not immediately cause a change in the other variable. There can be some time lag or difference of time between cause and effect. For example, rise in price leads to rise in supply of goods. If price changes today, the supply may not change immediately. It may take 5 or 6 months to adjust itself to the changes in prices. Such a difference in the period of change is called time lag. Forward moving series are known as the leading series and later moving series are known as lagging.
ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മറ്റൊരു വേരിയബിളിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാഗ് കോറിലേഷൻ എന്ന് പറയാം. നേരെ മറിച്ച് ലീഡ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ മറ്റൊരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, ലീഡ് കോറിലേഷൻ ആണ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്, ഇന്ന് ഇൻക്രീസ് ചെയ്യാണ്, അതിനനുസരിച്ച് സപ്ലൈക്ക് മാറ്റം വരുന്നത് എപ്പോഴാണ്, 5-6 മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഇൻക്രീസ് ആയിട്ടുള്ള പ്രൈസിൻ്റെ എഫക്റ്റ് എവിടെ വരുന്നത്, സപ്ലൈയിൽ വരുന്നത്. കുറേ ലാഗ് വരുന്നുണ്ട്, കുറേ ടൈം ലാഗ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാഗിങ് കോറിലേഷൻ എന്ന് പറയാം. നേരെ മറിച്ച് ലീഡ് കോറിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പ്രൈസിന് മാറ്റം വന്നാൽ ഇന്ന് തന്നെ എന്ത് ചെയ്യാണ്, സപ്ലൈന് മാറ്റം വരികയാണെങ്കിൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റം വരികയാണെങ്കിൽ അതിനെ എന്ത് പറയാം, അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ലീഡ് കോറിലേഷൻ ആണെന്ന് പറയാം. ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റേ വേരിയബിളിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലീഡ് കോറിലേഷൻ എന്നും, അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കുറച്ച് ടൈം ലാഗ് വരുന്നുണ്ടെങ്കിൽ അതിനെ ലാഗ് കോറിലേഷൻ എന്ന് പറയും. ഈ ടോപ്പിക്കോടുകൂടി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്സിലെ കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ആരെങ്കിലും ക്ലാസ് കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ക്ലാസ് കാണാൻ, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ പലർക്കും ഡൗട്ടുകൾ ഉണ്ടാവാം, മനസ്സിലാവാത്തതായിട്ടുണ്ടാവാം. അതൊക്കെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് പോവാം.